അപ്പോൾ എല്ലാവർക്കും പ്രിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയൊരു ഡ്രോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയ്ക്കുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1999 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ കുറേ ഡ്രോൺസ് 2200, 2000, 2500 റേഞ്ചിൽ കിടന്ന് കളിക്കുന്നുണ്ട്, ക്യാമറ ഡ്രോൺ എന്നുണ്ട്. അപ്പോൾ ഞാനും ആ ആഡൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരു ഇത്തിരി സസ്പീഷ്യസ് ആണ്, ആദ്യമേ തന്നെ സസ്പീഷ്യസ് ആയിട്ടാണ് തോന്നിയത്. കാര്യം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ കിടന്ന് കളിക്കുന്ന സാധനം നമുക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലൊരു ഷോപ്പിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയി. മലയാളത്തിലൊരു ഷോപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ മലയാളി ഇതായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പ് എടുത്ത് നോക്കി കണ്ടപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, റിവ്യൂസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാണ്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം മേടിച്ചത്. അപ്പോൾ മേടിച്ചത് ഗൂസ് ബംസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നായിരുന്നു. ഞാൻ വേണമെങ്കിൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം അപ്പോൾ ഈ ബോക്സ് ഒന്ന് എന്തായാലും അൺബോക്സ് ചെയ്യുമ്പോൾ പുറകിൽ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്, അതെന്തായാലും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തിയൊക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എന്തായാലും കത്തിയൊന്നും ഉപയോഗിക്കണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇത് വരുന്നത്, ഡ്രോൺ വരുന്നത്. ബബിൾ റാപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ല അത്യാവശ്യം പാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബബിൾ റാപ്പ് ഉണ്ടാവും, എന്തായാലും നമുക്ക് അഴിക്കാം. അപ്പോൾ 4K എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് വെക്കരുത്. ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നതാണ്, നമ്മൾ ഇതൊരു ടോയ് ഗ്രേഡ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം നമുക്ക് ഇവിടെ കിട്ടുന്ന ഡ്രോണുകൾ ഈ ഒരു പ്രൈസ് പോയിന്റ് എന്തായാലും നമുക്ക് ഡ്രോൺ കിട്ടില്ല. ഒരു നല്ലൊരു ഡ്രോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ DJയുടെയൊക്കെ ഡ്രോൺ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. കാര്യം അതൊക്കെ ഒരു 10-40 രൂപ വിലയുള്ള സാധനമാണ്. മിനി ആണെങ്കിൽ പോലും, DJയുടെ മിനി ആണെങ്കിൽ പോലും അത്രയും റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് 2000 രൂപയുടെ സാധനവും 35,000, 40,000 രൂപയുടെ സാധനം നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത്രയും നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്യാമറയിലെ ഡ്രോണുകൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ ഒരു സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെടുത്തത് ഏകദേശം എത്രയെന്നറിയാം, 1600, 1700 സംതിങ് എന്തോ റേഞ്ചായിട്ടായിരുന്നു. അപ്പോൾ അതിലും 10-200, 300 രൂപയുടെ വ്യത്യാസമുള്ളൂ ഈ ഒരു സാധനത്തിന്. പക്ഷേ അതിനകത്ത് ക്യാമറയും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നിങ്ങൾ ആലോചിക്കാം, ആ ഒരു ക്യാമറ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷോ ആയിരിക്കും. ഓക്കെ, നമുക്കിതെന്തായാലും തുറക്കാം. അടിപൊളി. അപ്പോൾ ഇതിന് നമുക്കൊരു ബാഗൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒട്ടും വെയിറ്റില്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാഗ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായ്സ്, കുഞ്ഞ് സാധനം കേട്ടോ. കുഞ്ഞെന്ന് പറഞ്ഞാൽ പീക്കിൽ സാധനം നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഒരു ബാറ്ററി അല്ല 2 ബാറ്ററി വരുന്നുണ്ട്. നൈസ്, അടിപൊളി. നമുക്ക് 2 ബാറ്ററി വരുന്നുണ്ട്, അതെന്തായാലും പൊളിച്ച്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ബാറ്ററി വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചീപ്പായിട്ടുള്ളൊരു ഡ്രോണാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് ഒരു ക്യാമറ ഉള്ളത്. ഇവിടെ രണ്ടാമതൊരു ക്യാമറ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റിംഗ് ആണ്, റിമോട്ടും കാര്യങ്ങളൊന്നും അല്ല. ആ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെടുത്ത് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ തന്നെ പിന്നീടുള്ള നമുക്ക് 2 ബാറ്ററി വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ നമുക്ക് ഒരു റിമോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് വെറും ജസ്റ്റ് ഒരു ഷോയിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ശരിക്കും വിചാരിച്ചത് ആൻറ്റീന ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വേറെ കണക്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ഗിമിക്കാണ്. നമ്മുടെ നോർമൽ കൺട്രോളറിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റീന തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് തുറക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെ തുറക്കാൻ വേണ്ടി പറ്റണം. ഞാൻ തുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, എന്തായാലും ഒരു ഇത്തിരി പണിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെയിട്ട് നമുക്ക് 3 AA ബാറ്ററി വേണം. അത് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ റിമോട്ട് പവർ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 സ്റ്റിക്ക് മിസ്സിങ് ഉണ്ട്, അതെല്ലാം ആ കവറിനകത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കവർ എടുക്കാം. കവറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. കവറിനകത്ത് മിക്കവാറും സ്പെയർ പ്രൊപ്പല്ലറും ചാർജറും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കവറുള്ള സാധനങ്ങളും കൂടി ഇവിടെ കൊട്ടിയിടാം. അപ്പോൾ അതൊക്കെ കൊട്ടിയിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പ്രൊപ്പല്ലർ ഗാർഡ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റിക്സ് ഇതിൻ്റെ അകത്തായിരുന്നുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റിക്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ സ്റ്റിക്സ് നമുക്ക് ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇതാക്കാം. അതുപോലെ തന്നെ ഇത് സെൻറ്റേർഡ് ആവുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ സെൻറ്റേർഡ് ആവുന്ന ട്രാൻസ്മിറ്ററുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആൾട്ടിറ്റ്യൂഡ് ഹോളുന്നൊരു സാധനം ഉണ്ടാവും. എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവിൽ വെച്ചിട്ട് നമ്മൾ കൺട്രോളർ സ്റ്റിക്ക് വിടണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. റിമോട്ട് കൺട്രോൾ അത്രേ ഉള്ളൂ. പിന്നീട് വരുന്നത് നമുക്ക് 4 പ്രൊപ്പല്ലർ ഗാർഡ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഇത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്.
ചൈനീസിലും വരുന്നുണ്ട്, ഇംഗ്ലീഷിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനകത്തായിരിക്കും നമ്മുടെ സെറ്റപ്പ് കാര്യങ്ങളുള്ള, അതിലെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് നമുക്കൊരു ഇത് വരുന്നുണ്ട്, മൈക്രോ USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ എല്ലാത്തിൻ്റെ ഒപ്പം വരുന്ന പോലെ ഒരു സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇതിന് ആവശ്യം മെയിനായിട്ട് വരാറില്ല. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ വല്ല പ്രൊപ്പല്ലർ വല്ല ഒടിഞ്ഞു പോകണമെങ്കിലൊക്കെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കുക കേട്ടോ, ഇവിടെ ആക്കുക, താഴ്ത്തതും ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ലോക്കിംഗ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വന്ന് മാക്സിമം ഇതാക്കുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ചാർജിങ് സെറ്റപ്പ് എവിടെയാണെന്നാവോ, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ശരിക്കും നോക്കട്ടെ. ബാറ്ററിയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ, വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെയായിട്ടാണ് ബാറ്ററിയുടെ ഇത് വരുന്നത് കണ്ടോ, ചാർജിങ് വരുന്നത് ഇവിടെ ആയിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടും ഇവിടെ അങ്ങോട്ട് കണക്ട് ചെയ്യുക, എന്നിട്ടുമാണ് നമ്മൾ ചാർജിങ്ങിന് ഇടുന്നത്. അപ്പോൾ ചാർജിങ് ഇൻഡിക്കേഷൻ ലൈറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കാണുന്നുണ്ട്, ചിലപ്പോൾ ലൈറ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചാർജ് ചെയ്യുക. നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഉള്ള മൊബൈലിൽ ഇതിലൊന്നും കൊണ്ടുപോയി പ്ലഗിലൊന്നും കൊണ്ടുപോയി കണക്ട് ചെയ്യരുത്, ബാറ്ററി അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ നമ്മുടെ പഴയ ഫോണിൻ്റെയൊക്കെ ചാർജിങ് ബ്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ചാർജിങ് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെന്തായാലും ഞാൻ നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്, ഒരു ക്വിക്ക് അൺബോക്സിംഗ് എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. എന്തായാലും ഫ്ലൈയിങ് വീഡിയോ എന്തായാലും ഒരു നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലൈറ്റ് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോൺ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബാറ്ററി ഇതിനകത്തുണ്ട്, രണ്ടാമത്തെ ബാറ്ററി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊപ്പല്ലർ കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഫോൺ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് അകത്തേക്ക് വെക്കാനും പുറത്തേക്ക് എടുക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്ന സമയത്ത് നോർമൽ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ നിന്ന് ഇത് ലോക്കായി കണ്ടിട്ടുണ്ടെങ്കിൽ വലിക്കേണ്ട വരും. ഇവിടെയിട്ട് ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ട്, അവിടെ പിടിച്ചിട്ട് നല്ലപോലെ വലിക്കണം. നഖമൊക്കെ ഉണ്ടെങ്കിൽ നഖമൊക്കെ ചിലപ്പോൾ പോവും. അപ്പോൾ ഒരു ഇത്തിരി ബലമുണ്ട്, അത് വലിച്ച് താഴത്തേക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിനുശേഷം നമ്മുടെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ വലിക്കുക, എന്നിട്ട് ഫോണിൻ്റെ ശരിക്കും പറഞ്ഞ ഭാഗം നമ്മുടെ റിമോട്ടിൻ്റെ അകത്തേക്ക് ശരിക്കും കയറിയിരിക്കും. എന്നാലും ഇത് കണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതൽ കണ്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളെപ്പോഴും ഫോണിലൊരു ഇത് വേണം, ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെയായിട്ട് നമ്മൾ പിടിക്കണം, ഫോണിലും കൂടി ആയിട്ട് പിടിക്കണം, അതിനെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രോൺ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈഫൈ ഒരു ക്യാമറ ഉണ്ട്. ഒരു ക്യാമറ അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ളത്, ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ക്യാമറ ഉണ്ട്. നമ്മുടെ ബോക്സിനകത്ത് ഇത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്, പക്ഷേ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനവും ഇതിനകത്ത് ഇല്ല. കണ്ടോ, ഒരു സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, പറത്തുന്നതിന് മുമ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ എത്രയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും ഞാൻ ഇപ്പോഴേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്വിക്ക് റണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റണ്ണിങ് എന്തായാലും നെക്സ്റ്റ് വീക്ക് ഞാൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫുള്ളായിട്ട് ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഡ്രോൺ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇവിടെയുള്ള പൊക്കത്തുള്ള ബട്ടൺ ഒന്ന് ഒരൊറ്റ പ്രാവശ്യം പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. നമ്മൾ ബാറ്ററി റിമോട്ടിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് പൊക്കത്തേക്കാക്കുക, താഴത്തേക്കാക്കുക. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിളായി. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ കണക്റ്റ് ആയിട്ടാണെന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഡ്രോണിലും ആ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ആ ഒരു ലൈറ്റും സ്റ്റേബിളായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിമോട്ട് വെച്ചിട്ട് പറത്താൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഞാനതിൽ ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RCFPV എന്നുണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഡ്രോൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വൈഫൈ സെറ്റിങ്സിൽ പോകാം. വൈഫൈ വെച്ചിട്ടാണ് ക്യാമറ വർക്ക് ചെയ്യുന്നത്. വൈഫൈയിലേക്ക് പോകാം. അപ്പോൾ വൈഫൈ ഇപ്പോൾ ഇതിനകത്ത് 8K എന്ന് പറഞ്ഞ് കാണിക്കണ്ടോ, അതാണ് ഇതിൻ്റെ വൈഫൈ എന്ന് പറഞ്ഞാൽ. അതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പ് തുറക്കുക. ആപ്പ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ആപ്പിൻ്റെ വിൻഡോയിൽ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രോണിൻ്റെ ഇതാണ്. നമ്മുടെ ക്യാമറ ആയിക്കോണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്. പക്ഷേ ഭയങ്കര നിങ്ങൾക്ക് കണ്ട ക്യാമറയുടെ ക്വാളിറ്റി ഇപ്പോൾ കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി വരുന്നത് ഞാൻ ഭയങ്കര സൂംഡ് ഇൻ ആയിട്ടാണുള്ളത് ഇമേജ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് 4K അല്ല, 1080 അല്ല, 720 അല്ല. അപ്പോൾ അത്രയുള്ള ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വല്ല 2-3 MB ക്യാമറ ആയിരിക്കും ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് താഴത്ത് വേറൊരു ക്യാമറ ഉണ്ട്, അത് ഇവിടെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്.
ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്പിൻ്റെ പൊക്കത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനും ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, ഇത് ഗാലറി പോകാനുള്ളത്, ഇത് നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം നിൽക്കേണ്ടിട്ടുണ്ടെങ്കിൽ വന്നില്ലേ, ഒന്നുകൂടെ ഞാൻ നിൽക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വേറൊരു വ്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ക്യാമറയാണ്, ഇത് കണ്ടോ. ഈ വിഷയമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടോ കണ്ടോ. അപ്പോൾ 2 ക്യാമറ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടും വലിയ യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ കൺട്രോൾസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രോട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നു, പൊക്കത്തേക്ക് താഴത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് തിരിക്കാനും പറ്റും. ഇതിലാണ് നമ്മുടെ ഡയറക്ഷൻസ് ഉള്ളിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഫോൺ കയ്യിലോട്ട് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇതെന്ന് പറയുന്നത്. ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടിയ ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ നല്ലപോലെ വെക്കുക, നമ്മൾ കേസൊക്കെ ഊരിയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ്, ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇപ്പോൾ പറക്കുമ്പോൾ ഇപ്പോൾ ഈ സൈഡിലോട്ട് അല്ലെങ്കിൽ ആ സൈഡിലോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ട്രിം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ലെവലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ഇനി ഈ സൈഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ്. അതുപോലെ ഡ്രോൺ പറത്തുമ്പോൾ ഫ്രണ്ടിലേക്കാ ബാക്കിലേക്കാ പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ഈ ബട്ടൺസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്, ഈ ഒരു ബട്ടണാണ് സ്പീഡിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ഹെഡ്ലെസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഹെഡ്ലെസ് മോഡിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രോൺ ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്ക് എങ്ങനെ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ നമ്മൾ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തന്നെ പോകും. അതിൽ വേറെ വ്യത്യാസങ്ങൾ, ഡയറക്ഷനും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചാലും സെയിം തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കേണ്ടി വരും. അതായത് നമുക്ക് ലെഫ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, നമ്മുടെ ലെഫ്റ്റ് ആയിരിക്കില്ല, ഇതിൻ്റെ ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ലെസ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയുള്ളത് നമുക്ക് ജൈറോ കാലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ലാതെ പിന്നെയുള്ളത് നമുക്ക് റോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും സാധനം. അതിന് ഈ ഒരു ബട്ടൺ നോക്കിയിട്ട് നമ്മൾ ഈ ഡയറക്ഷൻ സ്റ്റിക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്ലിപ്പ് ആവും. അത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രോൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബട്ടണാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഈ അപ്പ് ആരോ ഉള്ളത്. ഇതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രോൺ പറക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിൽക്കുന്നതാണ് സാധനം. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി പാടാം, ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ആക്കട്ടെ. ഓക്കെ, അപ്പോൾ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കേജ് കൺട്രോൾസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡ്രോൺ പറത്തുമ്പോൾ അപ്പർ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ട്രിം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ടില്ല, അടുത്തേക്ക് കൊണ്ടുവരാം. ഇതാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് മാത്രം വലിയ സ്റ്റെബിലിറ്റി ഒന്നും ഇതിനുണ്ടാവില്ല. ഓക്കെ, നമ്മളിപ്പോൾ കൈ വിട്ടിട്ടുണ്ട്, നമ്മൾ ഡയറക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കണ്ടോ, നമ്മൾ ഡയറക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി അത് ത്രോട്ടിൽ അത് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഇതിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആ ലെവലിൽ തന്നെ നിൽക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെ സംഭവങ്ങൾ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഇതിന്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്പ് ഫംഗ്ഷൻ ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ഫ്ലിപ്പ് ബട്ടൺ അടിച്ച് നോക്കാം. ഓക്കെ, ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറത്തി നോക്കാൻ വേണ്ടി പോകണേണ്. അടുത്ത ബാറ്ററി ഞാൻ എടുത്തിട്ടായിരുന്നു, ചാർജ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു കംപ്ലീറ്റ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫ്ലിപ്പ് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ഡ്രോണൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫ്ലിപ്പ് അടിച്ച് നോക്കാം. നിങ്ങൾക്ക് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുകൂടെ വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലിപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മുടെ വാപ്പ പറമ്പിൽ പണിക്ക് വെക്കണമായിരുന്നു, അപ്പോഴാണ് നമ്മൾ ഡ്രോൺ നടത്താൻ വേണ്ടി ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെ ലാൻഡ് ചെയ്യട്ടെ. ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. നൈസ്, അല്ല എവിടെ കിടപ്പുണ്ട്.
ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 1999 രൂപ, അതായത് 2000 രൂപയ്ക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഞാൻ പറഞ്ഞത് തന്നെ ക്യാമറയിലും കാര്യങ്ങളൊന്നും വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കരുത്. ഇതൊരു ടോയ് ഗ്രേഡാണ്, ടോയ് ആണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ടോയ് പെർസ്പെക്റ്റീവിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബാറ്ററി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡ്രോൺ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റിയ ബാഗ് സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എല്ലാ ആക്സറീസും ഇതിൻ്റെ അകത്ത് കയറി കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസ് പോയിന്റ് എന്തായാലും അത്യാവശ്യം നല്ലത് തന്നെ പറയാൻ വേണ്ടി പറ്റും. ടോയ് ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ മോട്ടറൊക്കെ എത്ര നാൾ നിൽക്കും എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ വീഡിയോയിൽ നടന്ന പോലെ ആ ക്രാഷൊക്കെ പോലെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്രോപ്പ് കാർഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ പ്രോപ്പ് കാർഡ് വെറുതെ താഴത്ത് കൂടെ ഇങ്ങനെ ഇട്ടാൽ മതി. ഈ സ്ക്രൂവിൻ്റെയൊക്കെ ഈ കവറുണ്ടോ, ഗ്രേറ്റ് സ്ക്രൂവിൻ്റെ കവറുണ്ട് കണ്ടോ, ഈ 2 അപ്പുറത്തുള്ള ഹോളിലേക്ക് കറക്റ്റായിട്ട് വന്ന് ഫിറ്റ് ആവും. അങ്ങനെ 4 സൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട ക്രാഷിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.